നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധം. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറുന്ന യുവതി തസ്ലീമ സുൽത്താന. ഇന്നലെ ആലപ്പുഴയിൽ എക്സൈസ് പിടികൂടിയ യുവതിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചത്. സിനിമാ മേഖലയിലുള്ളവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി അടക്കമുള്ളവർ പിടിയിലായത്. സിനിമാ മേഖലയിലുള്ളവരുടെ ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഈ അറസ്റ്റിലൂടെ എക്സൈസിന് ലഭിച്ചത്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഉണ്ടാവും. ആരുടെ പ്രതികളുടെ പേര്? ഒരാളുടെ പേരുണ്ടോ? അല്ല, അത് ഈ മൊബൈൽ ഫോറൻസിക്കിന് കൊടുത്താലേ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത് എടുത്താലേ നമുക്ക് അറിയാൻ പറ്റും. തസ്ലീമ സുൽത്താന എന്നാണ് ഇവരുടെ പേരും. ഫിറോസ് മണ്ണഞ്ചേരി, ആലപ്പുഴ മണ്ണഞ്ചേരി. തസ്ലീമ സുൽത്താന 41. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ എക്സൈസ് ഈ യുവതിയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടുമ്പോൾ അവിടെ ശരണ്യ ഉണ്ടായിരുന്നു. കൃത്യമായ വിവരങ്ങളടക്കം ഈ എക്സൈസിൽ നിന്നും ലഭ്യമായതാണ്. എങ്ങനെയാണ് തസ്ലീമ സുൽത്താന എന്ന യുവതി കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നത്? ഇവർക്കൊപ്പം ഇവരുടെ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്നതാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ബന്ധം സിനിമാ മേഖലയിലുള്ളവർക്ക് പോലും ലഹരി എത്തിക്കുന്നതിലെ പ്രധാനിയാണ് തസ്ലീമ എന്ന യുവതി എന്ന് എക്സൈസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പ്രവർത്തന മേഖലകൾ എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി ഇടപാടുകൾ? എവിടെ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ഇവിടേക്ക് എത്തിച്ചിരുന്നത്? ശരണ്യ. ടോമെ, ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഇവരെ ഓമനപ്പുഴയിൽ നിന്ന് പിടികൂടുന്നത്. അതായത് ഓമനപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള മാരാരി ഗാർഡൻ വില്ല എന്നുള്ള റിസോർട്ടിലേക്കാണ് ഈ തസ്ലീമ സുൽത്താന എന്ന പേരുള്ള ക്രിസ്റ്റീന എന്ന ഫീൽഡിൽ, അവരുടെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ അറിയപ്പെടുന്ന ക്രിസ്റ്റീന എന്നുള്ള യുവതിയാണ് എറണാകുളത്ത് നിന്നും എത്തുന്നത്. ഇവര് അവിടേക്ക് എത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് വാടകയ്ക്ക് എടുത്ത ഒരു കാറിലാണ് വരുന്നത്. ഒപ്പം ഇവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബസമേതം സഞ്ചരിച്ചാണ് എത്തുന്നത്. ഇവരുടെ കൂടെ പിന്നീട് ആലപ്പുഴയിൽ നിന്നും ആണ് ഈ ഫിറോസ് എന്ന യുവാവ് കൂടി, മണ്ണഞ്ചേരി സ്വദേശിയായ യുവാവ് കൂടി കയറുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി എക്സൈസ് സംഘം ഈ ഓമനപ്പുഴ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി പരിശോധനകളിലാണ് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു സംഘം ആലപ്പുഴയിലേക്ക് എത്തുന്നതെന്ന് അവരിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. അങ്ങനെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിൽ വിരിച്ച ഒരു വലയിലേക്ക് ഇവർ വന്ന് കയറുകയായിരുന്നു എന്നുള്ളതാണ്. രാത്രി 10:30 ഇവർ ഈ സംഘം എത്തുന്നു. നമ്മൾ ഇവരുടെ പരിശോധനകൾ നടക്കുന്ന ഘട്ടത്തിൽ ന്യൂസ് 18 വാർത്താ സംഘവും ആ രാത്രി അവിടെ എത്തുന്നു. തുടർന്ന് ഇവരുടെ 2 കുട്ടികൾ, ഈ തസ്ലീമയോടൊപ്പം ഉണ്ടായിരുന്ന 2 കുട്ടികൾ, അവർ മൈനറാണ്. ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർക്ക് യാതൊരു ഭാവഭേദവും ഈ ക്രിസ്റ്റീനയ്ക്ക് ഇല്ലായിരുന്നു, തസ്ലീമ എന്ന ക്രിസ്റ്റീനയ്ക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വളരെ ലാഘവത്തോടു കൂടിയാണ് അവർ ഈ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിനോടും ഒപ്പം തന്നെ CI മഹേഷിനോടും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. താൻ എറണാകുളത്ത് നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്ന് അവർ പറയുമ്പോൾ പോലും അവരുടെ സിനിമാ ബന്ധങ്ങൾ അടക്കം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് താൻ എന്നുള്ളത് അവർ എക്സൈസിനോട് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ പറഞ്ഞു. ഒപ്പം എക്സൈസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവര് ക്രിസ്റ്റീന എന്ന പേരിൽ, ഒരു ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അവിടെ ഈ താമസ സൗകര്യങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന, അതായത് ഈ ക്രിസ്റ്റീന റെസിഡൻസി, അവിടെ ഫോട്ടോഷൂട്ടിന് സിനിമാ മേഖലയിലേക്ക് സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി ഫോട്ടോഷൂട്ടിനായി എത്തിച്ച ഒരു പെൺകുട്ടിയെ അവിടെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിലെ 4ാം പ്രതിയാണ് ഇവർ എന്നുള്ളത് ഇവര് എക്സൈസിനോട് തന്നെ സമ്മതിച്ചു. ഒപ്പം തന്നെ ഇവർ ഈ ദൃശ്യങ്ങൾ, അതായത് ചില അന്ന് പിടിക്കപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ചില ദൃശ്യങ്ങൾ, ഈ ചില ചാനലുകളിൽ വന്ന വാർത്തകൾ ഉൾപ്പെടെ ഇവര് വളരെ ലാഘവത്തോടു കൂടി കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ
ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് അവരുടെ ഓരോ ഇടപെടലിലും എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ കുട്ടികൾ ഇത്ര ബുദ്ധിമുട്ടി കരയുകയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് യാതൊരുവിധ ഭാവഭേദവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് ഇവരുടെ ബ്ലാക്ക് ബാഗിനകത്ത് തുണിയുടെ അടിയിലായിട്ടാണ് 3 പാക്കറ്റുകളായി ഓരോ കിലോ വീതമുള്ള കഞ്ചാവ് വെച്ചിരുന്നത്. എക്സൈസ് സംഘം ഇവരുടെ ബാഗിൽ നിന്നും ഈ കഞ്ചാവ് പുറത്തേക്ക് എടുക്കുന്നു. പുറത്തേക്കെടുത്ത കഞ്ചാവ് പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളായി വായു നീക്കം ചെയ്ത ശേഷം അമർത്തി അടച്ച ചെറിയ ചെറിയ പാക്കറ്റുകളായി ആയിരുന്നു. അതിൽ നമ്പർ ഇട്ട് നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഓരോ കിലോയുടെ പാക്കറ്റിനകത്തും വലിയ പാക്കറ്റിനകത്തും ചെറിയ ചെറിയ പാക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതിന് ഈ പാക്കറ്റുകൾ പൊട്ടിക്കുമ്പോൾ അതിരൂക്ഷ ഗന്ധമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെതായി വന്നത്. അവിടെ നിന്നും ഒരു 3 കിലോയോളം വരുന്ന കഞ്ചാവാണ് 3 പാക്കറ്റുകളായി പൊട്ടിച്ചിട്ടത്. ഇതിന്റെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് തീർച്ചയായും അത് ഈ സാധാരണ ഇന്ത്യൻ വിപണിയിൽ കിട്ടുന്ന സാധനമല്ല. മലേഷ്യയും ബാങ്കോക്കും അടക്കമുള്ള ഇടങ്ങളിൽ ആണ് ഇത് കൃഷി ചെയ്യുന്നത്. അവിടെ ഇത് നിയമാനുസൃതം ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഇതിന്റെ ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 2 ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ചെടികളെ സങ്കര ഇനമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ വളർത്തുന്ന രീതിയിൽ AC റൂമുകളിൽ സാധാരണ മണ്ണിൽ വളർത്തുന്ന പോലെയല്ല, അല്ലാതെ ഹൈഡ്രോപോണിക് രീതിയിലാണ് ഇത് വളർത്തിയെടുക്കുന്നത്. ഒപ്പം ഇതിന്റെ ഈ നൽകുന്ന വളങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഒരു ലഹരിയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് വീര്യം കൂടിയ കഞ്ചാവാണ് ഇവർ ഈ ഹൈഡ്രോപോണിക് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. തായ്വാൻ, ബാങ്കോക്ക്, മലേഷ്യ ഈ 3 ഇടങ്ങളിൽ നിന്ന് എവിടുന്നുമാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത്, വിദേശത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എക്സൈസിനോട് ഇവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ എത്തിച്ച പാക്കറ്റുകൾ വിതരണം ചെയ്തതിന് ശേഷമാണ് ഇവർ ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കോഴിക്കോടേക്കും ഇവരുടെ ഇതേ ടീമിൽ നിന്ന് തന്നെ കോഴിക്കോടേക്കും സാധനം പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ 3 ഇടങ്ങളിലേക്കും വിതരണത്തിനായുള്ള സംഭവം കൊണ്ടുവന്നത് എന്നുള്ളത്. കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും ആലപ്പുഴയിലേക്കും ഈ ലഹരി വസ്തുക്കൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന വിവരം കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടിയായിരുന്നോ ഇന്നലെ രാത്രിയും ഇവിടേക്ക് ഈ പറയുന്ന തസ്ലീമ സുൽത്താന എന്ന യുവതി ലഹരി എത്തിച്ചത്? തീർച്ചയായിട്ടും സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ ഇപ്പോൾ ബോധ്യമായി വരുന്നത്. അതായത് സിനിമാ മേഖലയിലുള്ള ഷൈൻഡോ ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഫാസി എന്നിവർക്ക് ഇവര് ഈ ലഹരി മരുന്ന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അവര് എക്സൈസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മൊഴിയായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവരുടെ ഫോൺ പിടിച്ചെടുത്തതിൽ നിന്നുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ രേഖകളും എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ആണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സിനിമാ മേഖലയിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചു നൽകുക, ഒപ്പം തന്നെ ലഹരി മരുന്ന് എത്തിച്ചു നൽകുക, ഇതാണ് പ്രധാനമായും ഈ ക്രിസ്റ്റീനയുടെ ഇടപാടുകൾ എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ റാക്കറ്റാണ്, ക്രിസ്റ്റീനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിന്റെ കൊച്ചി കേന്ദ്രമായി നിൽക്കുന്നയാൾ ക്രിസ്റ്റീനയാണ് എന്നുള്ളതാണ്. ഒപ്പം ഇവരുമായിട്ടുള്ള സിനിമാ മേഖലയിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഒപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലൊക്കെ തനിക്ക് താൻ ഉണ്ട് എന്നും ഒക്കെ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ തനിക്ക് റോൾ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒപ്പം ഇവരുടെ 5 ഭാഷകൾ ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയാം. നല്ല ഫ്ലുവന്റ് ആണ് 5 ഭാഷകൾ എന്നുള്ളതാണ്. അത്തരത്തിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഇവരൊരു വലിയ റാക്കറ്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഈ കഞ്ചാവ് ഇവിടെ എത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രധാനമായി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം എറണാകുളം കേന്ദ്രീകരിച്ചുള്ള മേഖലകളിലേക്കും പോയിട്ടുണ്ട്. ടോം, ശരണ്യ, ഈ തസ്ലീമയെ പിടികൂടുമ്പോൾ, ആലപ്പുഴയിൽ വെച്ച് എക്സൈസ് പിടികൂടുമ്പോൾ വാഹനത്തിൽ അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും, അതായത് ഒരു യുവാവും 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഇവരുടെ അറിവോട് കൂടിയാണോ, അതായത് ഈ ഭർത്താവിന്റെ അറിവോട് കൂടിയാണോ ഈ തസ്ലീമ ഇവിടേക്ക് ലഹരി കടത്തിയിരുന്നത്? അതോ ഈ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒക്കെ അവരുടെ മറവിൽ, അതായത് കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ സാധാരണ എക്സൈസോ പോലീസോ പരിശോധന നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ മറവിൽ, കുഞ്ഞുങ്ങളുടെ മറവിലൊക്കെ ലഹരി കടത്ത് നടക്കുന്നുണ്ട്. ഈ തസ്ലീമ ഇത് ഈ ഒരു രീതിയായിരുന്നു, അതായത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാഹനത്തിൽ കൊണ്ടുപോയി വാഹനത്തിൽ സഞ്ചരിച്ച് കുഞ്ഞുങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച് ലഹരി ഇടപാട് നടത്തുക, ഇതായിരുന്നോ തസ്ലീമയുടെ രീതി?
ഈ ചെന്നൈയിൽ നിന്നും പിതാവിന്റെ മരണശേഷം ഈ ഹസ്ബൻഡിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് അവര് എക്സൈസിന് മൊഴി നൽകിയിട്ടുള്ളത്. അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനകത്തൊക്കെ തുടരന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമികമായി ഭർത്താവിന് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായില്ല. കാരണം ഈ തസ്ലീമയും ഇവര് കുടുംബം ചെന്നൈയിലാണ്, മക്കളും ഭർത്താവും ചെന്നൈയിലാണ്. അവരോട് വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞാണ് ആലപ്പുഴയിലെ റിസോർട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്നത്. ചെന്നൈയിൽ നിന്ന് അവർ എറണാകുളത്തേക്ക് ഇന്നലെ എത്തിയതേ ഉള്ളൂ എന്നുള്ള വിവരമാണ് എക്സൈസ് കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഭർത്താവിന് ഇതിനകത്ത് റോൾ ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിനകത്തുമൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. 2 ചെറിയ കുട്ടികളായിരുന്നു എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി, മൂത്തത് ഒരു പെൺകുട്ടിയും രണ്ടാമത്തത് ഒരു ആൺകുട്ടിയുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ 2 പേരും ഇവരെ പിടിക്കുന്ന ഘട്ടത്തിലൊക്കെ അമ്മയോട് ചേർന്ന് നിന്ന് കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ടോമ അവർക്ക് യാതൊരു ഭാവഭേദവും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഇവരെ വളരെ ലാഘവത്തോടു കൂടി താൻ കുട്ടികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവർ പറഞ്ഞത്. താൻ എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കും, തനിക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല, താൻ അതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്, രാസലഹരിയും കഞ്ചാവും ഹൈബ്രിഡും ഉൾപ്പെടെ എല്ലാം താൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർ എക്സൈസിനോട് വളരെ കൂളായി ഇരുന്ന് വിശദീകരിക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഇവരുടെ ഒരു പ്രൊസീജിയർ ഒക്കെ പൂർത്തിയാക്കി ഈ റിസോർട്ടിൽ നിന്നും എക്സൈസ് സംഘം ഇവരെ അവിടെ ഈ അളന്ന് തിട്ടപ്പെടുത്തി, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ഇവരെ കൊണ്ടുപോകുന്നത്. ആ മടങ്ങുന്ന ഘട്ടം വരെയും നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇവർക്ക് ഒരു ഭാവവ്യത്യാസവും ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ വളരെ ബോൾഡായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടിരുന്നത്. പിടിക്കപ്പെട്ടാൽ ഇതിനകത്ത് നിയമപരമായ ചില പ്രശ്നങ്ങളുമുണ്ട്. പിടിക്കപ്പെട്ടാൽ തന്നെ സാധാരണ കഞ്ചാവ് പിടിക്കുന്നതിന്റെ ഒരു നിയമപരമായ പ്രശ്നങ്ങൾ മാത്രമേ ഈ കേസിലും ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഊരിപ്പോകാൻ ഇപ്പം 10 വർഷം വരെ തടവ് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് പിടിച്ചിട്ടുള്ളതെന്നാണ് എക്സൈസ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും ഇവരുടെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട്, വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് അവരുടെ ഓരോ ഘട്ടത്തിലും പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെയായി ബന്ധപ്പെട്ടും ആ വഴിക്കും അന്വേഷണം നീങ്ങുന്നുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ സിനിമാ ലോബിയുമായി വലിയ ബന്ധം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. സെറ്റുകൾ അടക്കം ഇത് എത്തിച്ചു നൽകുന്നതിന്റെ അതിന്റെ കണ്ണിയായി പ്രവർത്തിക്കുന്ന ആളാണ് തസ്ലീമ എന്നുള്ളതാണ് ഇവരുടെ ഫോൺ അടക്കം പരിശോധിച്ചപ്പോൾ എക്സൈസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. കുടുംബസമേതമാണ് തസ്ലീമ ലഹരി കടത്തിയിരുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മറവില് ലഹരി കടത്ത് നടത്തുന്നു. കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി, സിനിമാ മേഖലയുമായി വലിയ ബന്ധം, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തസ്ലീമ പിടിയിലായ സാഹചര്യത്തിൽ ഈ എക്സൈസ് ഇവർ ഈ ലഹരി എത്തിച്ചു നൽകുന്ന ആളുകളിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? സിനിമാ മേഖലയിലേക്കും എക്സൈസിന്റെ അന്വേഷണം നീങ്ങുമോ ശരണ്യ? എറണാകുളം കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്തുള്ള ഒഫീഷ്യൽസുമായി എക്സൈസ് ഉദ്യോഗസ്ഥരുമായി വിവരം കൈമാറിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോടേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ആ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഓരോ സ്റ്റെപ്പും കണ്ടുനിന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇത് വിശദീകരിക്കുന്നത്. ന്യൂസ് 8 വാർത്താ സംഘവും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ ഇൻഫർമേഷൻ ഇവർ പറയുന്നതനുസരിച്ച് തന്നെ അവർ പാസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് കേന്ദ്രീകരിച്ചും ഉണ്ടായിട്ടുണ്ട്. ഇവരിലേക്ക് എത്തുന്ന വലിയ കണ്ണികളെ, അതായത് വിദേശത്ത് നിന്ന് ഇത് എത്തിക്കുന്ന കണ്ണികളിലേക്ക് കേന്ദ്രീകരിച്ച് വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന്, എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇതൊരു വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇതൊരു വലിയ ക്യാച്ചാണ്. സാധാരണഗതിയിൽ എയർപോർട്ടിന്റെ അറൈവൽ ടെർമിനലുകളിലൊക്കെയാണ് ഇത് കിട്ടാറുള്ളത്. ഒരുപക്ഷെ അതിരൂക്ഷ ഗന്ധവുമാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കസ്റ്റംസ് അടക്കം പിടിക്കുന്ന ഇത് ഒരു റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വന്ന് വിതരണം ചെയ്യാനായി ഇവിടെ എത്തിപ്പെട്ടതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഇത് നോക്കിക്കാണുന്നത്. ടോം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഇന്നലെ രാത്രിയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയെ എക്സൈസ് പിടികൂടുന്നത്. സിനിമാ മേഖലയുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന വ്യക്തിയാണ് പിടിയിലായ തസ്ലീമ എന്നാണ് എക്സൈസ് നൽകുന്ന വിവരങ്ങൾ.